അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. പ്രത്യേകിച്ച് എൻ്റെ വക നുസിയ, ഇനി നുസിയുടെ വക നുസിയെന്ന് മേടിച്ചോളൂ, ഇഷ്ടമുള്ള വക ഇഷ്ടമുള്ളതെന്ന് മേടിച്ചോളൂ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മുടെ പെരുന്നാളാണ് ഇന്നല്ലേ, സന്തോഷത്തിൻ്റെ രാവുകളാണ് അല്ലേ. പ്രത്യേകിച്ച് എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ, നോമ്പ് കഴിഞ്ഞല്ലേ. അതുകൊണ്ട് അല്ലെങ്കിൽ നോമ്പ് തോൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട് നുസിയെ. കാരണം എന്താ വെച്ചാൽ നല്ല ആൾക്കാർക്ക് നോമ്പ് കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലേ. നല്ല ആൾക്കാർക്ക് നോമ്പ് കഴിയുന്ന പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാവില്ല. അതേപോലെയാണ് കിട്ടോ. നുസിങ്ങനെ കാത്തിക്കായിരുന്നു, പടച്ചോനെ നോമ്പൊന്ന് കഴിയണേ അല്ലേ. അപ്പോൾ ഇഷ്ടമോളും ഷെസും ഉറങ്ങുകയാണ്. രാവിലെ ആദ്യമായിട്ടാണ് ഈ സമയമൊക്കെ ന്യൂസി കാണുന്നത്. കണ്ടില്ലേ സമയം നല്ല നേരം എടുത്തുക്കണേ. സംഭവം 6 മണി വെച്ചാലും ന്യൂസ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ചേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ എന്താ ന്യൂസ് രാവിലെ തന്നെ ഉണ്ടാക്കണത്? ചിക്കൻ പുട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ ആൻഡ് പുട്ട്. അത് കഴിഞ്ഞിട്ട് എന്തെന്ന് ബിരിയാണി ഇല്ല. അയ്യോ ഇന്നെന്താന്ന് അറിയില്ല, ഭയങ്കര ചോറൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞില്ലേ. എന്താന്ന് അറിയില്ല, ഇന്ന് ഭയങ്കര അവർക്ക് രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഫ്രീ ആവണം തറ. അപ്പൊ ഒന്ന് ഫുള്ള് ഇനി എന്താ പണി എന്തള്ളു ഇനി എന്തള്ളു. ആ പിന്നെന്താ, അത്രല്ലേ ഉള്ളൂ. വെരി ഗുഡ്, അതൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ ഷെസുവിനൊക്കെ ഒന്ന് പള്ളിക്കലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ആ ഷെസു പള്ളിക്കലേക്ക് വന്നിട്ട് എന്താ സ്ഥിതി പടച്ചോനക്ക് അറിയാം. കാരണം അവനെ നേരെ ദൂരെ കൊണ്ടുപോയിട്ടില്ല. ഒരു വട്ടത്തെ ഞാൻ പിന്നെ പെണ്ണുങ്ങൾക്ക് മദ്രസയിൽ നോമ്പുതരം ഉണ്ടാവും. അന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്ക് അവിടെ ഞാൻ അവിടെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൂടെ തിരിച്ചതിനേക്ക് ഒന്ന് മൈർബിസ്കരിക്ക് എൻ്റെ കൂടെ കയറി അവിടെ ഒതുങ്ങിയിരുന്നു. ഇനി ഇന്ന് കൊണ്ട് ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കി. ഇനി ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി പടച്ചോ എനിക്കറിയാം. ഇതിപ്പോൾ എന്തിനാടി എന്താ പേരെന്താ പൊളി ഒജോടി നീ സാധചോറില്ലേ മീൻ മേടിക്കാൻ പറഞ്ഞില്ലേ. സ്രാവ് പക്ഷേ എന്തൊരു കഷ്ടം. അനക്കാണ് എനിക്ക് സ്രാവ് ഉണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു വൈബായിരുന്നു. പറ്റ മറന്ന ഞാനതുണ്ടായത്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വക ഈദ് മുബാറക്ക്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ കുട്ടികളും ഈ ഷുട്ടിയൊക്കെ വന്നിട്ട് നമ്മൾ ഇനി നീച്ചിട്ട് അവരൊക്കെ നീക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ മാറ്റലൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇതാ പള്ളിക്കലൊക്കെ പോയെന്ന് നമ്മുടെ അൻഷാദ് വന്നിട്ടുണ്ട്. ഇതാ ഷെസു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് ഇവിടെ കിറ്റൊക്കെ പിടിച്ചിട്ട് ഷുട്ടിയ. അപ്പോൾ ഉമ്മച്ചി തപ്പടണ്ട് കേട്ടോ. എന്താ എന്താ പറഞ്ഞ അഴകിൻ്റെ അഴക് ഇതാ ഒന്ന്. ഇതാ അഴകിൻ്റെ അഴക്. ഷുട്ടി ഡ്രസ്സ് എങ്ങനെയുണ്ട് ചോദിക്ക്. ഷുട്ടി ഡ്രസ്സ് എങ്ങനെയുണ്ട് ചോദിക്കും ഇവരുടെ. ഇതിവിടെ വെക്ക് എന്നിട്ട് കാക്കാന്റെ കുട്ടികളുടെ. എങ്ങനെയുണ്ട് വെച്ചൊക്കെ ഡ്രസ്സ്? ഇഷ്ടമായി വെച്ചോക്ക്. ഇഷ്ടമായോ അല്ലേ. അതാട്ടെ ഷൂട്ടറെ ഒരു ഡ്രസ്സ്. അടുത്ത് വേറെ ഉണ്ടോ ഒന്നും കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഉളുമ്പഴായ വേറെ ഡ്രസ്സ് എടുക്കുമെന്ന്. ഉളുമ്പഴ ആക്കണല്ലോ. ഞാൻ ഉളുമ്പഴ എവിടെ ആക്കുക. അപ്പോൾ ഈ ഷെസുത വന്ന് ഡ്രസ്സൊക്കെ മാറിയതാ മനുഷ്യനായിട്ട് നിൽക്കുന്നുണ്ട്. അഞ്ഞ് കുർത്തൊക്കെ മാറ്റിയതാ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നുസിയ ഇനി എന്താ പരിപാടി? നെക്സ്റ്റ് പരിപാടി എന്താ നമുക്ക്? ഇനി ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, റീലുണ്ട്. അതെവിടെ അവളെ വാച്ച് അവിടെ. എന്നാ പോവല്ലേ നമുക്ക് അടുത്ത ഫോട്ടോഷൂട്ട്. എവിടുന്ന് ഫോട്ടോഷൂട്ട് നുസിയ? റോട്ടിൽ നിന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുടിക്ക് പോകണം. നമ്മുടെ കുടിയിൽ പോയിട്ട് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാം അല്ലേ. പോലെ എന്നാ വരുക അവിടെ ഷൂട്ടി നോക്കിപ്പോ. ഞമ്മളും മഴ മേത്തേക്ക് വീണാൽ ഡ്രസ്സില്ല ഇട്ടാണ് എനിക്ക് കിട്ടാവും. അപ്പോൾ നമ്മൾ തട്ടാ പിന്നെ പറ്റിപ്പുറക്ക് പോവാണ്. ഇനി ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം. പിന്നെ ന്യൂസ് റീൽ എടുക്കണം എന്ന് പറയണ്ടേ. കുറേ ദിവസമായി ഒഴിവില്ല എന്ന് പറയട്ടോ. അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിത് വരാൻ. എന്നാ പോലെ കമോൺ. എന്താണ് മക്കളെ പോണ്ടേ? ഇപ്പൊ വിരുന്ന് പോണ്ടെന്ന് നാളെ പോണേ. വാ നീയോ അനക്കെന്താ പറയാ? ഈ എന്തിനാ കാര്യം പറയും. ആ പൂവേ അതാ അവിടെ റെഡി ആയി നോക്കി നോക്കടി ഷൂട്ടി. ആ അവിടെ റെഡി ആയി പോവാന് കണ്ടേ. പോവാ എന്ത് ഇങ്ങോട്ട് ആര്യബരല്ലേ വാട്. നമ്മളിങ്ങോട്ട് വേഗം വരാം. പോയിട്ട് വരാം. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനെ കൊണ്ടിട്ടോ. ഞാനും ഷെസൊക്കെ കൊണ്ട് പോകും. ആരോടെ ഇവര് കുന്നത്ത് പോയി വന്നു. ഇനി നമുക്ക് പോവാ. ഇനി നമ്മളെ കുന്നത്ത് പോണ്. വാ ഇവിടെ വന്നാത്ത അവസ്ഥ ഇട്ടതാ. ഓ ദേഷ്യം പൊടിക്കണ കുട്ടി. എന്റെ ചെക്ക ചാവിയോടെ വെക്കറ. ആട്ടിക്കിട്ടു എൻ്റെ അടുത്ത് വെക്കറ അവിടെ. അടിച്ച് ഞാൻ ഓടിക്കുന്ന നോക്കോ. വായോ പച്ചക്ക് ചാവി അടിക്കാം. കാട്ടെ പച്ച ചാവി അട്ടി. എന്താണ്
പുട്ടിറച്ചി ഷുട്ടിന്ന് പുട്ടിറച്ചി തിന്നോ രാവിലെ? തിന്നിട്ടില്ല. അപ്പൊ നമ്മള് ചോറ് കഴിക്കാൻ പോണേ. എല്ലാ പ്രാവശ്യവും നമ്മള് 11 മണി 11:30 ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഷുട്ടിയ? ഇന്നത്തെ നേരം വഴി ഇന്ന് ഇവിടെ റീൽ എടുക്കലും ഫോട്ടോ എടുക്കലും കാരണം സമയം ഒരുപാട് വൈകി. നുസിന് എന്തൊക്കെ സ്പെഷ്യൽ എന്താ നമുക്ക്? നല്ല വെറും ചോറുണ്ട്, അടിപൊളി ചോറ്, മോരുകറി, ചിക്കൻ വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, അച്ചാറ്, പയറുപ്പേരി. അതിന്റെ അപ്പുറത്ത് എന്താ? കൈപ്പക്കച്ചാറ്. ദോശ കൈപ്പക്ക അച്ചാറ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പെരുന്നാളിന്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ മക്കളെ. ഇന്ന് ബിരിയാണി എന്താ വേണ്ടേ? ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ അടിപൊളി സാധാ ചോറ്. ബിരിയാണി ഇപ്പൊ നാളെയാണോ ഉണ്ടാക്കണേ? നാളെ ഉണ്ടാക്കണേ? ഉറപ്പിച്ചോ? ബിരിയാണി വരെയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ബിരിയാണി വെക്കാതെ ഇരുന്നോക്ക്. എന്താ പറയണേ? അവിടെ അതാ പറഞ്ഞേ. അപ്പൊ മക്കളെ സമയം 1 മണിയായി. ഞങ്ങള് ചോറ് 1 മണി കഴിഞ്ഞോ? സത്യം പറയും. അയ്യോ 1:35 ആയിക്കോട്ടെ സമയം. പടച്ച തമ്പുരാനേ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചോറ് വെച്ചിട്ട് വരാം. അവല്ലേ ശശു ചോറയ്ക്കാ? ചോറയ്ക്കല്ലേ?